തന്നെ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ കഴിയുമെങ്കിൽ ദിവസം ഒരു പ്രാവശ്യം നിങ്ങൾ നിസ്കരിക്കണം, അതല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യം നിസ്കരിക്കണം, അതല്ലെങ്കിൽ മാസത്തിൽ ഒരു പ്രാവശ്യം നിങ്ങൾ നിസ്കരിക്കണം. വേണ്ട, കഴിയില്ലേ വർഷത്തിൽ ഒരു പ്രാവശ്യം നിസ്കരിക്കണം. അതിനും കഴിയില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെങ്കിലും ഒരു പ്രാവശ്യം നിസ്കരിക്കണമെന്ന് പറയുന്ന നിസ്കാരമുണ്ട്. ആ നിസ്കാരമാണ് തസ്ബീഹ് എന്ന് പറയുന്ന നിസ്കാരം. തസ്ബീഹ് നിസ്കാരം 4 റക്അത്താണ്. നല്ല പവിത്രമേറിയ നിസ്കാരമാണ്. ആ തസ്ബീഹ് നിസ്കാരം 4 റക്അത്ത്. ഒന്നാമത്തെ റക്അത്തില് അതായത് ഓരോ റക്അത്തിലും 75 വീതം തസ്ബീഹ്. അങ്ങനെ 4 റക്അത്തിൽ 75 × 4 300 തസ്ബീഹ് പൂർത്തിയാക്കുന്ന ഒരു പ്രത്യേകപരമായ നിസ്കാരമാണ് തസ്ബീഹ് എന്ന് പറയുന്ന നിസ്കാരം. തസ്ബീഹ് ഇങ്ങനെയാണ്: സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഇങ്ങനെ ഈ ഒരു റക്അത്തിൽ 75 പ്രാവശ്യം ഈ ദിക്ർ ചൊല്ലി തീർക്കണം. അതെങ്ങനെയാണ്? ഫാത്തിഹയ്ക്ക് ശേഷം ഫാത്തിഹയും സൂറത്തും കഴിഞ്ഞ് ഒന്നാമത്തെ റക്അത്തിൽ തന്നെ ഫാത്തിഹയും സൂറത്തും കഴിഞ്ഞ് 15 പ്രാവശ്യം ഈ ദിക്ർ ചൊല്ലുക. അതുപോലെ റുകൂഇൽ സാധാരണ ചൊല്ലാറുള്ള ദിക്റിന് ശേഷം 10 ചൊല്ലുക. പിന്നെ ഇഅ്തിദാൽ ദിക്റിന് ശേഷം 10 ചൊല്ലുക. 2 സുജൂദുകൾക്കിടയിൽ 2 സുജൂദുകളിലും അതുപോലെ തന്നെ ഇടയിലുള്ള ഇരുത്തത്തിലും 10 ചൊല്ലുക. 10 പ്രാവശ്യം ചൊല്ലുക. ഇങ്ങനെ 2 സുജൂദും കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടാമത്തെ റക്അത്തിലേക്കൊന്ന് എണീക്കാൻ വേണ്ടി ഇരിക്കുമല്ലോ, അങ്ങനെ ഇരുന്നിട്ട് എണീക്കണമെന്നാണ്. അങ്ങനെ ആ ഇരുത്തിലും 10 ചൊല്ലുക. അപ്പൊ 75 പ്രാവശ്യം എന്തിലായും ഒരു റക്അത്തിൽ ചൊല്ലി. ഫാത്തിഹയ്ക്ക് ശേഷം 15, റുകൂഇൽ 10, അപ്പൊ 25ആയി. ഇഅ്തിദാലിൽ 10, 35ആയി. അതുപോലെ സുജൂദിൽ ഒന്നാം സുജൂദിൽ 10, 45ആയി. സുജൂദിന്റെ ഇടയിലെ ഇരുത്തൽ 10, 55ആയി. രണ്ടാം സുജൂദിൽ 10, 65ആയി. 2 സുജൂദും കഴിഞ്ഞ് രണ്ടാമത്തെ റക്അത്തിൽ എണീക്കുന്നതിന് മുമ്പ് ഇരിക്കുക. ആ ഇരുത്തിൽ 10 പ്രാവശ്യം ചൊല്ലുക. അങ്ങനെ 75 പ്രാവശ്യം എന്ത് ചെയ്തു? ഈ ഒരു റക്അത്തിൽ ഈ തസ്ബീഹ് പൂർത്തിയാക്കുന്നു. അങ്ങനെ രണ്ടാമത്തെ റക്അത്തിലും അങ്ങനെ തന്നെ. പ്രത്യേകം ശ്രദ്ധിക്കണം, രണ്ടാമത്തെ റക്അത്തിൽ 2 സുജൂദും കഴിഞ്ഞ് അത്തഹിയ്യാത്തിൽ ഇരിക്കുമ്പോ ആദ്യമാണ് ഈ ദിക്ർ ചൊല്ലേണ്ടത്. ആദ്യം ഈ 10 ദിക്ർ ചൊല്ലിയതിനു ശേഷമാണ് അത്തഹിയ്യാത്ത് ചൊല്ലേണ്ടത്. അങ്ങനെ അത്തഹിയ്യാത്ത് ചൊല്ലിയിട്ട് സലാം വീട്ടുക. പിന്നീട് 2 റക്അത്ത് നിസ്കരിക്കുക. അത് പ്രത്യേകം മനസ്സിലാക്കുക. ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം അൽഹാക്കുമുത്ത കാസുർ എന്നുള്ള സൂറത്തും, രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ എന്നുള്ള സൂറത്തും, അതുപോലെ തന്നെ മൂന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഖുൽ അയ്യുഹൽ കാഫിറൂനും, നാലാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഖുൽ ഹുവല്ലാഹു അഹദും. ഈ സൂറത്തുകളാണ് ഓതേണ്ടത്. വളരെ പവിത്രമേറിയ ഒരു നിസ്കാരമാണ് തസ്ബീഹ് എന്ന് പറയുന്ന നിസ്കാരം. ആ നിസ്കാരം നമ്മളൊക്കെ നിസ്കരിക്കാൻ ആഴ്ചയിലോ മാസത്തിലോ ഒരു പ്രാവശ്യമെങ്കിലൊക്കെ നിസ്കരിക്കാൻ നമ്മളൊക്കെ തയ്യാറാകണം. അവിടെ പ്രത്യേകമായി മനസ്സിലാക്കേണ്ട, ഒരാൾ റുകൂഇൽ ചൊല്ലേണ്ട 10 ദിക്റാണ് മറന്നിട്ട് അയാൾ ഇഅ്തിദാലിലേക്ക് വന്നു. ഇഅ്തിദാലിൽ വന്നപ്പോൾ ഓർമ്മ വന്നു കഴിഞ്ഞാൽ പിന്നെ ചൊല്ലാൻ വേണ്ടി റുകൂഇലേക്ക് മടങ്ങാൻ പറ്റൂല, നിസ്കാരം ബാത്തിലാകും. അപ്പൊ എന്ത് ചെയ്യണം? റുകൂഇലെ 10 എന്ത് ചെയ്യണം? ഇഅ്തിദാൽ ചെല്ലാൻ പറ്റുമോ? ഇഅ്തിദാലിലും ചെല്ലാൻ പറ്റൂല. പിന്നെയോ ആ 10 ചൊല്ലി തീർക്കേണ്ടത് സുജൂദിൽ വെച്ചാണ്. അപ്പൊ ചുരുക്കത്തിൽ സുജൂദിൽ അത് പൂർത്തിയാക്കാമെന്നതിന് കുഴപ്പമൊന്നുമില്ല. കാരണം ലഘുവായ ഫറള്, നേരിയ ഫറളാണ് ഇഅ്തിദാല്, തൊവീലായ ഫറളാണ് സുജൂദിൽ അത് അധികരിപ്പിക്കുന്നതിന് കൊണ്ടോ അത് പൂർത്തിയാക്കുന്നത് കൊണ്ടോ യാതൊരു കുഴപ്പവുമില്ല. ചുരുക്കത്തിൽ ഒരു റക്അത്തിൽ 75 ദിക്ർ പൂർത്തിയാക്കുക എന്നുള്ളത് അത് ആ നിസ്കാരത്തിന്റെ നിബന്ധനയിൽപ്പെട്ടതാണ്. അങ്ങനെ 4 റക്അത്തിൽ 75 പ്രാവശ്യം ദിക്റുകൾ ചൊല്ലി സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് പറയുന്ന 4 ദിക്റുകൾ, ആ ദിക്റുകൾ ഒരു റക്അത്തിൽ 75 പ്രാവശ്യം ചൊല്ലി 4 റക്അത്തിൽ 300 തസ്ബീഹ് പൂർത്തിയാക്കുമ്പോൾ അല്ലാഹുവിന്റെ തൗഫീഖോടെ തസ്ബീഹ് നിസ്കാരം പൂർത്തിയാവുകയാണ്. അൽഹംദുലില്ലാഹ്, കഴിഞ്ഞ 2-3 ക്ലാസുകളിലായി